ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 18-ാം പടിയുടെ വീതി കൂട്ടുന്നത് പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പലരും ഈ വാർത്തയോട് പ്രതികരിച്ചത്. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനമാണ് ഈ വാർത്തയ്ക്ക് ലഭിച്ചത്. വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് 18-ാം പടി വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: 18-ാം പടിയുടെ വീതി കൂട്ടുന്നത് പരിഗണിക്കുമത്രേ. അതിലും നല്ലത് പടിക്കു താഴെ ഒരു കസേരയിട്ട് അതിൽ അയ്യപ്പ വിഗ്രഹം കൊണ്ടുവയ്ക്കുന്നതല്ലേ ചേട്ടാ, എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. ഈ പോസ്റ്റിനു താഴെയുള്ള കമന്റുകളാണ് ബഹുരസം. നല്ല തീരുമാനം. 3 ആള് പോവാൻ പറ്റുന്ന വഴി 300 ആൾ ഒരുമിച്ച് കയറാൻ നോക്കും, ബ്ലോക്കാവും, തിരക്ക് കൂടും. കുറച്ചുകൂടെ വീതിയുണ്ടേൽ സുഖമായി മുകളിലെത്താം. നല്ലതല്ലേ? സ്റ്റെപ്സ് എപ്പോഴും നല്ലത് കുറച്ച് വീതി കൂടിയതാണ്. എവിടെയാണേലും മതേതര സർക്കാരിന്റെ കാണിക്കവഞ്ചി വയ്ക്കാൻ മറക്കരുത്. അയ്യപ്പനേക്കാളും അയ്യപ്പനെ കാണാൻ വരുന്നവരെക്കാൾ പ്രാധാന്യം കാശിനാണല്ലോ. ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുവല്ലേ. KSRTC 3 ഇരട്ടിയോളം കാശ് വാങ്ങി പിഴിയുന്നു. അതിലും നല്ലത് അയ്യപ്പനെ ഒരു ഹെലികോപ്റ്ററിലാക്കി ഇന്ത്യയിലുടനീളം കൊണ്ടു നടന്നാൽ മതി. എന്നാൽ തിരക്ക് കുറയും, യാത്രാ പ്രശ്നങ്ങളും തീരും. പോലീസ് ഏമാന്മാർക്ക് നവകേരള സദസ്സിൽ പങ്കെടുക്കാനും പറ്റും. ഇതിനു മുൻപ് എത്രയോ വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ തീർത്ഥാടകർ ഈ 18-ാം പടിയിൽ കൂടെയല്ലേ നടന്നു കയറി ദർശനം നടത്തിയത്. 18-ാം പടിക്ക് മുകളിൽ ഇപ്പോഴുള്ള മേൽക്കൂര അരോചകവും അശാസ്ത്രീയവുമാണ്. വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കണം. ശബരിമലയിൽ ചില വർഷങ്ങളിൽ പമ്പയിൽ നിന്ന് പോലും തിരക്കുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പത്ര റിപ്പോർട്ടർമാരോ ഇപ്പോൾ കാണുന്ന പോലെ സുവർണാവസരം കാത്തിരുന്നിട്ടില്ല. ഇപ്പോഴുള്ളത് രാഷ്ട്രീയമാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. സാധാരണ ദിവസങ്ങളിൽ സന്നിധാനത്ത് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഭക്തരെത്തുന്നുണ്ട്. പ്രത്യേക ദിനങ്ങളിൽ ഇത് 3 ലക്ഷം വരെയാകും. മകരവിളക്കിന് ദിവസം ശരാശരി 5 ലക്ഷം പേരെത്തുന്നു. 1 മിനിറ്റിൽ 18-ാം പടി കയറാവുന്നവരുടെ എണ്ണം 36 മുതൽ 50 വരെയാണ്. പോലീസ് കാര്യമായി ശ്രമം നടത്തിയാൽ ഇത് 92 വരെ പോകും. ഈ കണക്കിൽ ആളെ കയറ്റിവിടുന്നത് ക്യൂ മരക്കൂട്ടം വരെ എത്തുമ്പോഴാണ്. 18-ാം പടിയുടെ വീതി തന്ത്രശാസ്ത്രപ്രകാരം നിശ്ചയിച്ചിട്ടുള്ളതാണ്. വീതി കൂട്ടാൻ തന്ത്രിമാർ അനുമതി നൽകാത്തത് അതുകൊണ്ടാണ്. ദർശന സമയം കൂട്ടിയാണ് നിലവിൽ തിരക്ക് നിയന്ത്രിക്കുന്നത്. 18-ാം പടിയുടെ വീതി വർദ്ധിപ്പിച്ചാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് മുൻ DGP TP സെൻകുമാർ ആയിരുന്നു പറഞ്ഞത്. തിരുപ്പതിയിലില്ലാത്ത വലിയ പ്രശ്നം ശബരിമലയിലുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 5 അടി വീതിയുള്ളതാണ് 18-ാം പടി. അതിന് വീതി കൂട്ടലാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമെന്നും എന്നാൽ തന്ത്രിമാർ അത് അംഗീകരിക്കുന്നില്ല എന്നുമായിരുന്നു സെൻകുമാറിന്റെ പരാമർശം. ശബരിമലയിലെ കുപ്പിക്കഴുത്ത് എന്ന് പറയുന്നത് പടിക്കെട്ടുള്ള സ്ഥലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് താന്ത്രികമായി പരിഹരിക്കാതെ മറ്റു വഴികളില്ല എന്നും 18-ാം പടിക്ക് വീതി കൂട്ടിയാൽ ഇരട്ടി ആളുകൾക്ക് കടന്നു പോകാനാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉദ്യോഗസ്ഥരും പോലീസുകാരും കൃത്യമായി പ്രവർത്തിക്കണം. ബുക്ക് ചെയ്ത എല്ലാവരെയും കയറ്റിവിടാൻ നോക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിഷയം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നേരെ തിരിഞ്ഞു. ശബരിമലയിലെ ആചാരപ്രകാരം 18-ാം പടിയുടെ വീതി വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ചതാണെന്നും മാത്രമാണ് താൻ പറഞ്ഞതെന്നും സെൻകുമാർ പറയുകയുണ്ടായി.